ഹലോ, ആരോഗ്യ പാഠശാലയിലെ ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപ്പൂറ്റുവേദനയെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തോൾവേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ആണ്. ഷോൾഡർ പെയിൻ ഇല്ലാത്തതായിട്ട് അധിക പേരുണ്ടാവില്ല. കാരണം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകളിൽ ഏതാണ്ട് 30% ആളുകളും പൊതുവെ പറയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് തോൾവേദന എന്നുള്ളത്. കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥ, കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഭാരമുള്ളത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ തോൾവേദനയെ ബന്ധപ്പെട്ട് മനുഷ്യന്റെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ ഒരു രോഗാവസ്ഥ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പലതരം ചികിത്സകൾ ചെയ്ത് പരാജയപ്പെടുന്ന ഘട്ടങ്ങളിലാണ് മറ്റു പല ചികിത്സകളെയും ആശ്രയിക്കുകയും അവസാനം ഈ രോഗം മാറില്ല എന്ന് വിധിയെഴുതി നിരാശരായി കഴിയുന്ന ഒരവസ്ഥ നമുക്ക് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ ഷോൾഡർ കൊണ്ട് സാധാരണ ജോലികൾ നമുക്ക് ചെയ്യാൻ പ്രയാസമില്ലെങ്കിലും ഷോൾഡർ വേദന കൊണ്ട് സാധാരണ ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ നമുക്ക് കൈ ഉയർത്താനോ അല്ലെങ്കിൽ കൈ പുറകിലേക്ക് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാനോ, നമ്മുടെ ശരീരത്തിന്റെ പുറം ഭാഗത്ത് തേച്ചൊരച്ച് കുളിക്കാനോ അല്ല എന്തെങ്കിലും തേക്കാനോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഇന്നർ വെയറിന്റെ ഹുക്ക് ഇടാനോ അല്ലെങ്കിൽ മുടി ചീകാനോ, അത് പുരുഷന്മാരിലും സ്ത്രീകളിലെല്ലാം മുടി ചീകാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെ ഏതായാലും കൈ നേരെ മുകളിലേക്ക് പൊക്കാനോ അല്ലെ സൈഡിലൂടെ മുകളിലേക്ക് പൊക്കാനോ അല്ലെ പുറകിലേക്ക് കൊണ്ടുപോകാനോ പറ്റാത്ത ഒരവസ്ഥ. ഇത്തരം ഘട്ടങ്ങളിലാണ് പലപ്പോഴും നമുക്ക് ഷോൾഡർ വേദന ഉള്ളതായിട്ട് അറിയുന്നത്. മിക്കവാറും എല്ലാവരിലും കൂടുതൽ ആളുകളിലും ഷോൾഡർ വേദന ഉണ്ടെങ്കിലും മിക്കവാറും ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുകളിലെ കമ്പിയിൽ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക. അങ്ങനെ ഈ ഘട്ടങ്ങളിലാണ് നമുക്ക് ഷോൾഡർ വേദന ഉണ്ട് എന്ന് പലപ്പോഴും അറിയുന്നത് തന്നെ. ഇങ്ങനെ പല സാഹചര്യങ്ങളിലും വേദന അനുഭവപ്പെടുകയും പല ആളുകളും അതിനെ അശ്രദ്ധമായിട്ട് ശ്രദ്ധിക്കാതെ അവർ ചെയ്യുന്ന ജോലികൾ തുടർന്നു പോവുകയും പിന്നീട് സാധാരണ ചെയ്തു വരുന്ന ജോലികൾക്ക് പ്രയാസം സംഭവിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ കല്ലിൽ ഡ്രസ്സുകൾ അലക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും തേച്ചൊരച്ച് കഴുകുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സ് ഉണക്കാൻ ഇടുമ്പോൾ, കൈ പൊക്കി ഇടുമ്പോൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ, ഇന്നർ വെയറിന്റെ ഹുക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ തേച്ചരച്ച് കുളിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇങ്ങനെ പല ഘട്ടങ്ങളിലാണ് വേദന അസഹനീയമായ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിനെ സമീപിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്റേയോ സ്കാനിങ്ങോ മറ്റോ എടുക്കുമ്പോൾ ആണ് തേയ്മാനമാണ്, അല്ലെങ്കിൽ അവിടെ സർജറി വളരെ അത്യാവശ്യമാണ്. ഇത്തരം ഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയും പലപ്പോഴും ഈ സർജറിയുടെ എമൗണ്ട് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാവുമെന്ന് പലരിൽ നിന്ന് കേട്ടുകൊണ്ടോ, അല്ലെങ്കിൽ സർജറി ചെയ്താലും ശരിയാവോ സംശയമുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന പേടിച്ചുകൊണ്ടോ എങ്ങനെയെങ്കിലും ആണ് സാധാരണ നമ്മുടെ ചികിത്സയിലൊക്കെ എത്തുന്നത്. സാധാരണ അക്യുപഞ്ചർ ചികിത്സയിലോ നാച്ചുറോപ്പതിയിലോ അല്ലെങ്കിൽ സാധാരണ ചികിത്സയിൽ അങ്ങനെയാണ് ആളുകൾ എത്തുക അവസാന ഘട്ടങ്ങളിൽ. അപ്പോഴേക്കും ഏതാണ്ട് കാര്യങ്ങളൊക്കെ വഷളായിട്ടുണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായി ഈ ഷോൾഡറിൻ്റെ ഒരു സ്ട്രക്ചർ ചെറിയ രീതിയിൽ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നമ്മുടെ ഷോൾഡർ ജോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എല്ലുകൾ ചേർന്നാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഹ്യൂമറസ് ബോൺ എന്ന് പറയും, കയ്യിൽ നിന്ന് വരുന്ന ഹ്യൂമറസ് ബോൺ. രണ്ടാമത്തത് നമ്മുടെ നെഞ്ചിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഷോൾഡറിലേക്ക് നമ്മുടെ തോളിന്റെ ഭാഗത്തേക്ക് ജോയിൻ ആവുന്ന കോളർ ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കൽ ബോൺ എന്ന് പറയും. അതേപോലെ നമ്മുടെ മുതുകല്ല്, സ്കാപ്പുല എന്ന് പറയും. അതായത് കൈപ്പല, നമ്മൾ കൈപ്പല അല്ലെ കൈപ്പലക എന്ന് പറയാം, അല്ലെങ്കിൽ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയും. ഒരു ബ്ലേഡ് പോലെയുള്ള ഭാഗമുണ്ടല്ലോ നമ്മൾ പുറം ഭാഗത്തുള്ള. ഈ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്. ഈ 3 അസ്ഥികൾ കാറ്റ്ലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി കൊണ്ടാണ് ഇതിനെ പൊതിഞ്ഞിരിക്കുന്നത്. ആ ഒരു ഏരിയയെ റൊട്ടേറ്റർ കഫ് എന്നാണ് പറയുന്നത്. ഈ റൊട്ടേറ്റർ കഫ് പ്രധാനമായിട്ടും 4 ടെൻഡനുകൾ. നമുക്കറിയാം, നമ്മുടെ വള്ളികളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വള്ളി പോലെയുള്ള ഭാഗമുണ്ട്. ടെൻഡനുകൾ കൊണ്ടാണ് ഇത് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ആ ഭാഗത്ത് വരുന്ന ജോയിന്റിന് വരുന്ന എന്തെങ്കിലും പരിക്കുകളോ
അല്ലെങ്കിൽ ചില ഏതെങ്കിലും ആക്സിഡന്റിന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിക്ക് ശേഷമോ ആ ജോയിന്റിന് വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞിരിക്കുന്ന കാർട്ടിലേജിന് വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ അതിനും പുറമേ ഉള്ള മസിൽ ഭാഗത്ത് വരുന്ന പ്രശ്നം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ വീഴ്ചയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പെട്ടെന്ന് നമ്മൾ കൈ എങ്ങോട്ട് ഇളക്കേണ്ട സാഹചര്യം വരുമ്പോഴോ ഒക്കെയാണ് സാധാരണ രീതിയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ പരിക്ക് വരികയും അവിടെ ഇൻഫ്ലമേഷൻ, അവിടെ നീർക്കെട്ട് വന്ന്, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നീർക്കെട്ട് വന്ന് കൂടുതൽ പ്രയാസം, അവിടെ ചുവപ്പ് കളർ ബാധിച്ച് അവിടെയുള്ള ഫ്ലൂയിഡ് ഡ്രൈ ആയി പോയി. നമ്മൾ സാധാരണ ഈ ജോയിൻറ്റിൻ്റെ ഇടയിലൊക്കെ ഫ്ലൂയിഡുകൾ, ചെറിയ അല്പം ഫ്ലൂയിഡുകൾ ഉണ്ടാവും. ഈ ഫ്ലൂയിഡ് ഡ്രൈ ആയിട്ടോ ഇങ്ങനെ പല രീതിയിൽ അവിടെ വേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ വേദനയുള്ള ഭാഗത്ത് സാധാരണ കൈ ഉയർത്താൻ കഴിയില്ല. മുമ്പ് പ്രായമായവരിൽ കണ്ടുവന്നിരുന്ന ഈ പ്രശ്നം ഇപ്പോൾ വളരെ ചെറുപ്പക്കാരിൽ ആണ്, സാധാരണ സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും സാധാരണ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഷോൾഡർ വേദന കണ്ടുവരുന്നുണ്ട്. മുമ്പ് വളരെ ഒരു 60 വയസ്സിന് മുകളിൽ കണ്ടിരുന്ന പ്രശ്നം ഇപ്പോൾ വളരെ നേരത്തെ തന്നെ കാണുന്നുണ്ട്. അതേപോലെ അമിതവണ്ണമുള്ള ആളുകളിൽ ഉണ്ടാവാറുണ്ട്. അതായത് ആ ഒരു ഷോൾഡർ ഭാഗങ്ങളിലൊക്കെ ഫാറ്റ്, അമിതമായ കൊഴുപ്പടിഞ്ഞു വന്നിട്ട് ആ മസിൽ ഭാഗത്തിൻ്റെ സ്ട്രെങ്ത് കുറയുകയും, മസിലാണ് നമ്മുടെ ആ ഭാഗങ്ങളെ, ജോയിൻസിനെയും അവിടെ അസ്ഥികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽ, ഈ മസിലിന് സ്ട്രെങ്ത് കുറയുകയും ആ ഭാഗം വീക്കായി പ്രശ്നം ഉണ്ടാകുന്നു. അതേപോലെ പ്രമേഹത്തിന് സ്ഥിരമായിട്ട് ദീർഘകാലമായി മരുന്നുകൾ കഴിക്കുന്നവരിൽ കാണുന്ന വാദം, പെരി ആർത്രൈറ്റിസ്. ഈ പെരി ആർത്രൈറ്റിസ് ആണ് ഷോൾഡർ വേദന വേറൊരു സംഭവം. സാധാരണ ഈ പരിക്കല്ലാത്ത രീതിയിൽ ദീർഘകാലമായി പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരിൽ പെരി ആർത്രൈറ്റിസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന നീർക്കെട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ആ ഭാഗത്ത് സ്റ്റിഫ്നെസ് വരുന്നു, ടൈറ്റ്നെസ് വരുന്നു, ഇങ്ങനെ ഷോൾഡർ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഷോൾഡർ ചിലപ്പം നേരെ തൂക്കിയിടാൻ പറ്റുമായിരിക്കും കൈ, അതേപോലെ മുന്നിലേക്കോ സൈഡിലേക്കോ പുറകിലേക്കോ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ചില ആളുകൾ എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നതിന് പേരിൽ അമിതമായ ജിമ്മിലൊക്കെ പോയിട്ട് തെറ്റായ രീതിയിൽ വെയിറ്റ് എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ തോളിൻ്റെ ജോയിൻസിന് അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിന് വേദന അനുഭവപ്പെടാനുള്ള സാഹചര്യം നേരത്തെ പറഞ്ഞു, പരിക്കുകൾ മൂലം ഉണ്ടാവാം. അതേപോലെ പ്രധാനമായിട്ട് ഈ ഷോൾഡറിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ അമിതമായി കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാവും. അതേപോലെ സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് പുസ്തക വായന ഉള്ള ആളുകൾ, ഇത്തരം പ്രവർത്തികൾ, തല കുനിച്ച് ഇരുന്ന് സ്ഥിരമായി പല പ്രവർത്തനം നടത്തുന്ന ആളുകളിൽ ഇത് കൂടുതലായി കാണാൻ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തല എന്നുള്ളത്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു ഭാഗമാണ് തല എന്നുള്ളത്. ഈ തല നിൽക്കുന്നത് വെറും നമ്മുടെ സെർവിക്കൽ ബോൺ എന്ന് പറഞ്ഞ ഒരു 7 എല്ലിൻ്റെ മുകളിലാണ്. ആ ബോണിൽ, ആ എല്ലിലാണ് ഈ ഒരു തല നമ്മൾ തൂക്കിയിടുന്നത്. മുമ്പ് കാലത്ത് നമ്മൾ നേരെ നോക്കിയിരുന്നു, ഓരോ മനുഷ്യന്റെ മുഖത്തേക്ക് നേരെ നോക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ നമ്മൾ എപ്പോഴും ഫോണിലാണ്. അപ്പോൾ സദാസമയം തല ഈ വളരെ ചെറിയ ഈ 7 എല്ലിന്റെ മുകളിൽ തല തൂക്കിയിടുമ്പോൾ സ്വാഭാവികമായിട്ടും കഴുത്തിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ബാധിക്കുകയും അത് നമ്മുടെ ഈ ഷോൾഡർ ജോയിന്റിലേക്ക് എത്തുകയും നീർക്കെട്ട് വന്ന് ആ ഭാഗങ്ങളിൽ വീക്കാവുകയും സംഭവിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഇത്തരം തല കുനിച്ചുള്ള പ്രവൃത്തികൾ ഇതിന് വലിയൊരു കാരണമാണ്. അതേപോലെ അക്യുപഞ്ചറിൽ ഇതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്, പ്രധാനമായിട്ടും സാധാരണ ഈ പറഞ്ഞ ഘട്ടങ്ങളല്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളായ ശ്വാസകോശം, വൻകുടൽ, ഈ അവയവമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് നമ്മുടെ തോളിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റിന്റെ ആരോഗ്യം തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ട് പ്രൈമറി ഓർഗൻസ് ആണ് ശ്വാസകോശം, വൻകുടൽ. ഈ അവയവത്തിന് വരുന്ന പ്രശ്നങ്ങൾ, ഈ അവയവത്തിന് വരുന്ന ഊർജ വ്യതിയാനങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ തോൾ ഭാഗത്തിനെ ബാധിക്കും. അതോടൊപ്പം സെക്കൻഡറി ആയിട്ട് നമ്മുടെ കിഡ്നി, അതുപോലെ മൂത്രസഞ്ചി, അണ്ഡാശയം, ഗർഭാശയം, അല്ലെങ്കിൽ പ്രത്യുൽപാദന ഭാഗങ്ങൾ, വജൈന മുതൽ ഫലോപ്പിയൻ ട്യൂബ് മുതൽ, അപ്പോൾ ഇത്തരം നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളിലും അതുപോലെ കിഡ്നി, യൂറിനറി ബ്ലാഡർ, ശ്വാസകോശ, വൻകുടൽ, ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണ തോൾ ഭാഗങ്ങളിൽ പ്രശ്നം സംഭവിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പ്രശ്നം അല്ലാത്ത രീതിയിൽ. അപ്പൊ ഈ ഭാഗം എത്രത്തോളം സ്ട്രോങ് ആണ്, ഈ പറയപ്പെടുന്ന ഇന്റേണൽ അവയവങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്,
അവിടെ ബുദ്ധിമുട്ടില്ലാതെ എനർജി കൃത്യമായി ബാലൻസ് ആണ്. ഇതിനനുസരിച്ചാണ് നമ്മുടെ തോളിൻ്റെ ആരോഗ്യം സംഭവിക്കുന്നതും തോളിന് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതും സാധാരണ അക്യുപഞ്ചർ ചികിത്സയിൽ ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണ പല ചികിത്സ ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മരുന്നുകൾ കഴിച്ചുകൊണ്ട് താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കാറുണ്ട്. തൈലം കുഴമ്പുകളൊക്കെ ഇട്ടുകൊണ്ട് ഉഴിച്ചിൽ നടത്തിയിട്ടോ അല്ലെങ്കിൽ ബാൻഡേജ് ചെയ്തുകൊണ്ടോ കെട്ടിയിട്ടോ, സാധാരണ അങ്ങനെ തേപ്പിട്ട് കെട്ടുന്ന രീതി ഉണ്ട് ഉഴിച്ചിലൊക്കെ, ആയുർവേദത്തിലൊക്കെ. മറ്റുള്ള ചികിത്സയിലൊക്കെ മരുന്നുകൾ കൊടുത്തുകൊണ്ടുള്ള ചികിത്സാ രീതി, ചില ഘട്ടങ്ങളിൽ സർജറി നടത്തിക്കൊണ്ട് ഒക്കെ ഇതിന് പരിഹാരം നൽകാറുണ്ട്. എന്നാൽ അക്യുപഞ്ചർ ചികിത്സയിൽ കൃത്യമായ നാഡീപരിശോധനയിലൂടെ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ 5 എലമെൻറ്റിൽ 5 എലമെൻറ്റിൽ ഏത് എലമെൻ്റ് എല്ലാം വീക്കാണ് അതിനെ കൃത്യമായി കറക്റ്റ് ചെയ്തുകൊണ്ട് ചികിത്സിക്കുമ്പം ശാശ്വതമായ പരിഹാരം സംഭവിക്കുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം. താൽക്കാലികമായി തോൾഭാഗത്തെ പരിഹരിക്കുന്ന രീതിയാണ് സാധാരണ ചികിത്സയിൽ സംഭവിക്കുന്നതെങ്കിൽ തോൾഭാഗത്ത് തേപ്പിടുക, ഉഴിച്ചിൽ നടത്തുക, അവിടെ സർജറി നടത്തുക, അവിടെ ഭാമുകൾ പുരട്ടുക, എണ്ണകൾ ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടുക. ഇതിന് ബദലായിട്ട് അക്യുപഞ്ചർ ചികിത്സയിൽ കൃത്യമായിട്ട് ഈ ഭാഗത്തെ സംരക്ഷിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഉള്ളിലുള്ള ഇന്റേണൽ അവയവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ഇന്റേണൽ അവയവത്തിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇന്റേണൽ ആ ഭാഗത്തെ എലമെൻറ്റിൻ്റെ ഊർജത്തിനെ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി കൃത്യമായിട്ട് ശാശ്വതമായിട്ട് ഈ വേദന മാറും. ചില ആളുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാറുണ്ട്. എന്നാൽ ചില ആളുകൾ അല്പസമയം എടുക്കും. എത്രത്തോളം പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിരിക്കും. അതേപോലെ അക്യുപഞ്ചറിൽ വളരെ പ്രധാനമായിട്ട് ഒന്നാണ് ഇമോഷണൽ ലെവൽ ബാലൻസിങ് എന്നുള്ളത്. പ്രധാനമായിട്ടും ദുഃഖമുള്ള ആളുകളിലാണ് കടുത്ത നിരാശ, ഡിപ്രഷൻ, കടുത്ത നിരാശ, ദുഃഖം, കുറ്റബോധം ഉള്ള ആളുകളിൽ ഈ തോൾവേദന ഉണ്ടാവാറുണ്ട്. ഇമോഷണൽ ലെവൽ ഞാൻ പറയുന്നു, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട്, എല്ലാ രോഗത്തിൻ്റെയും 85%-ലധികവും നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ദുഃഖം എന്ന ഇമോഷനാണ് പ്രധാനമായും തോൾഭാഗത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പരിഹാരം എന്താണായിരിക്കും അല്ലേ? പരിഹാരം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. കൃത്യമായി ഒരു വ്യക്തിയുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും, എല്ലിനെയും പല്ലിനെയും നഖത്തിനെയും തലമുടിയെയും ഫ്ലൂയിഡുകളെയും രക്തത്തിനെയും മസിലുകളെയും സ്കിന്നിനെയും മുടികളെയും ഒക്കെ എല്ലാത്തിനെയും കൃത്യമായി പരിപാലിക്കുന്നത്, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ 5 എലമെൻ്റാണ്, പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ ഈ എലമെൻറ്റിൽ വരുന്ന വേരിയേഷൻ, ഇൻബാലൻസ് ആണ് പ്രശ്നം മനസ്സിലാക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കൃത്യമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയും, ശാശ്വതമായിട്ട് അതിനെ മാറ്റാൻ കഴിയും. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ചില ഗുരുതരമായ പരിക്കുകൾ പറ്റി പ്രശ്നങ്ങൾ വളരെയധികം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന വേദനയും നീർക്കെട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി മാറാൻ കഴിയും. സ്ട്രക്ചറലായിട്ട് സംഭവിച്ചത് തിരിച്ചതേപോലെ എത്തിക്കണമെന്നില്ല. എന്നാൽ സാധാരണ രീതിയിൽ വീഴ്ചകൾ സംഭവിക്കുന്ന, വീഴ്ചയിൽ പൊട്ടുന്ന അവസ്ഥയിലൊക്കെ സാധാരണ അക്യുപഞ്ചർ ചികിത്സയിൽ വരുന്നുണ്ട്. ചികിത്സിക്കുമ്പോൾ മാറ്റമുണ്ട്. കാരണം ശരീരത്തിൻ്റെതായ മെയിൻ്റനൻസ് നടക്കുന്നത് കൃത്യമായിട്ട് ചികിത്സകൻ രോഗിയെ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് ക്ഷമയോടെ നിൽക്കുകയും ചെയ്യുമ്പോൾ അത് ശാശ്വതമായിട്ട് ശരിയായി കിട്ടുകയും ചെയ്യും. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ഘട്ടം, ചില കംപ്ലീറ്റ് തെറ്റിപ്പോയ ഘട്ടങ്ങളിൽ ചിലപ്പം അവിടെ ആ ഷോൾഡർ കയറ്റി വെക്കേണ്ടി വരാം. എങ്കിലും ചികിത്സ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതലമായ പ്രശ്നങ്ങൾ അവിടെ സർജറി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, സർജറി ഇല്ലാതെ പരിഹരിക്കാൻ പറ്റുന്നത് സർജറി ഇല്ലാതെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം അക്യുപഞ്ചർ ചികിത്സ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം വേണമെങ്കിൽ ചിലതരം വ്യായാമങ്ങൾ, ധാരാളം വ്യായാമങ്ങൾ ഈ തോളുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സാധനം കിട്ടുമായിരിക്കും. തോളുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സസൈസുകൾ, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ ചില ആളുകൾക്ക് എക്സസൈസ് ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റും. അക്യുപഞ്ചർ ചികിത്സയിൽ നാഡി നോക്കി നീഡിൽ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ സൊല്യൂഷനുകൾ ഈ പറഞ്ഞ ഈ ക്ലാസ്സിൽ ഇന്ന് നിങ്ങൾ കേട്ട ഷോൾഡർ വേദന ഈ ക്ലാസ് ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ, തോളുവേദന വന്നിട്ട് മാറിയ ആളുകൾ അവരുടെ അനുഭവങ്ങൾ, എന്ത് ചികിത്സ ചെയ്തപ്പോഴാണ് മാറിയത്, ആ മാറിയ അനുഭവങ്ങൾ, എന്തെങ്കിലും